നമസ്കാരം. റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജോലി ആവശ്യങ്ങൾക്കായും മറ്റു ട്രിപ്പുകൾക്കും വേണ്ടി പുറത്തു പോകുമ്പോൾ അരുമകളെ പെറ്റ് ബോർഡിംഗ് സർവീസസിനെ ഏൽപ്പിക്കാറുണ്ട്. പക്ഷെ ഈ പെറ്റ്സിനെ ഏൽപ്പിക്കുന്നതിന് മുന്നേയും ബോർഡിംഗ് സമയത്തും അതിനുശേഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പെറ്റിനെ ബോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബോർഡിംഗ് ഫെസിലിറ്റി ഒന്ന് നമ്മൾ ആദ്യം സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്നാലേ നമുക്ക് അവിടുത്തെ ബോർഡിംഗ് പോളിസീസിനെ പറ്റിയിട്ടുള്ള ഒരു അറിവുണ്ടാവുള്ളൂ. അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നവരാണോ, അതൊരു AC ഓർ നോൺ AC ബോർഡിംഗ് ആണോ, അഥവാ അവിടെ ഡോക്ടർ സർവീസസ് എല്ലാം അവൈലബിൾ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാനായിട്ട് നമ്മൾ പെറ്റ് ബോർഡിംഗ് സർവീസ് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യണത് നല്ലതായിരിക്കും. രണ്ടാമതായി, നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു ദിവസം നമ്മുടെ പെറ്റിനെ നമ്മൾ വിചാരിക്കുന്ന പെറ്റ് ബോർഡിങ്ങിൽ ആക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രസൻസിൽ തന്നെ അതിന് ഏതൊക്കെ രീതിയിലുള്ള ആങ്സൈറ്റികൾ ഉണ്ട്, അത് ഭക്ഷണം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആസ് എ പെറ്റ് ഓണർ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട വേറൊരു കാര്യമുണ്ട്. പെറ്റിന്റെ വാക്സിനേഷൻ, ഡീവേർമിങ്, സ്പോട്ട് ഓൺ, ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്, അപ് ടു ഡേറ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം ബോർഡിംഗ് എന്ന് പറയുന്നത് പല തരം ഡോഗ്സ് അല്ലെങ്കിൽ പലതരം കാറ്റ്സ്, പലതരം പെറ്റ്സ് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഏത് ജീവിയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ നിങ്ങളുടെ പെറ്റിന് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം തന്നെ എപ്പോഴും വാക്സിനേഷനും അതുപോലുള്ള റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തതായി, നിങ്ങളുടെ പെറ്റ്സിന് ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ആന്റിബയോട്ടിക്സ് ആവാം, സ്കിൻ ഇൻഫെക്ഷനുള്ള മരുന്നുകളാവാം, എന്താണെങ്കിലും അത് ബോർഡിങ്ങിൽ വന്ന് നിർത്തുന്ന ഒരു പ്രവണത പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം ആ ഒരു കോഴ്സ് തെറ്റിയാൽ ബോർഡിങ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന നിങ്ങളുടെ പെറ്റിന് വീണ്ടും അസുഖങ്ങളും ഒക്കെ റെക്കർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ മെഡിക്കൽ കണ്ടീഷൻസ്, അതുപോലെ ഹിസ്റ്ററി, ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ ഹിസ്റ്ററി, എപ്പിലെപ്സി പോലുള്ള ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായും ബോർഡിംഗ് സ്റ്റാഫിനെ അല്ലെങ്കിൽ ആ ബോർഡിംഗ് സർവീസിലെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ പെറ്റിനെ ബോർഡ് ചെയ്യുന്നതിന് മുന്നേ അവിടുത്തെ ബോർഡിംഗ് സർവീസസിൽ ഒരു വെറ്റിനറിയൻ അവൈലബിൾ ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ എല്ലാം പോകുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് ഡീൽ ചെയ്യാൻ ഒരു വെറ്റിനറിയൻ അവിടെ ഉണ്ടെങ്കിൽ അത് വളരെ സഹായകരമായിരിക്കും. ഇതെല്ലാം ബോർഡിങ്ങിന് മുന്നേ ഉള്ള കാര്യങ്ങളായിരുന്നു. ഇനി നിങ്ങൾ ഒരു പെറ്റിനെ ബോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം? ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പെറ്റിനെ അവിടെ കൊണ്ടുപോയി വിടുകയാണ്. കൂടുതൽ സമയം അല്ലെങ്കിൽ അതിനെ തലോടിക്കൊണ്ടിരിക്കുക, പെറ്റിന്റെ പ്രസൻസിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങനെ കുറെ നേരം ഒരു പെറ്റിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് അതിനെ അവിടെ ആക്കി പോവുകയാണെങ്കിൽ കൂടുതൽ സെപ്പറേഷൻ ആങ്സൈറ്റി ഫീൽ ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്. അത് കാരണം തന്നെ നിങ്ങൾ പോകുന്നു, പെറ്റിനെ അവിടെ ആക്കുന്നു, തിരിച്ചു വരുന്നു. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബോർഡിങ്ങിൽ അരുമയെ കൊണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഓൾട്ടർനേറ്റ് നമ്പർ നിങ്ങൾ കൊടുക്കാനായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ സ്ഥലത്ത് ഇല്ല എങ്കിൽ പെറ്റിന് ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ എമർജൻസി ഉണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം റിലേറ്റഡ് ആയി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ഒരാൾ വേണം. അത് നിങ്ങളുടെ നെയ്ബർ ആവാം, ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ പെറ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാവാം. എപ്പോഴും ഓൾട്ടർനേറ്റ് നമ്പർ കൊടുത്തു പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് പല പെറ്റ് സർവീസുകളും കസ്റ്റമൈസ്ഡ് ആയ ഫുഡ്, മീൽ പ്രിപ്പറേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ബോർഡിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പെറ്റ്സിന്റെ ഭക്ഷണം മാറ്റരുത്. ഇപ്പൊ ഡ്രൈ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കണം. അല്ല, ഹോം ഫുഡാണ്, ചിക്കൻ, റൈസ് അതുപോലെയുള്ള ഫുഡൊക്കെ ആണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഗ്യാസ്ട്രോ റിലേറ്റഡ് ഇഷ്യൂസ്, വയർ അപ്സെറ്റ് ആവൽ, അതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഭക്ഷണം പെട്ടെന്ന് ഒരിക്കലും സ്വിച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. ബോർഡിങ്ങുകാരോട് എപ്പോഴും ഫുഡിന്റെ ക്വാണ്ടിറ്റി കൂടി മെൻഷൻ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഭക്ഷണം അധികം കഴിച്ചാലും അവരുടെ വയർ അപ്സെറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ഏത് ഭക്ഷണമാണ് കൊടുക്കുന്നത്, ഭക്ഷണത്തിന്റെ സമയം, അത് എത്ര മണിക്കൂർ വീതമാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്, ഇതെല്ലാം കൃത്യമായി അവരെ അറിയിക്കാൻ ശ്രമിക്കണം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും മരുന്ന് പെട്ടെന്ന് നിർത്തരുത്. ബോർഡിങ്ങിലാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും മരുന്ന് കൊടുക്കുന്നത് നിർത്തരുത്. മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട് എന്ന് ഉറപ്പുവരുത്തി മരുന്നിന്റെ ഡോസേജ്, അതുപോലെ കറക്റ്റായ പ്രിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് വേണം നിങ്ങൾ പോവാനായിട്ട്. പിന്നെ
പെറ്റ്സ് എപ്പോഴും ബോർഡിങ്ങിലാവുമ്പോൾ സ്ട്രെസ്ഡ് ആവാനുള്ള ചാൻസസ് വളരെ അധികമാണ്. കാരണം അത് അവർക്ക് ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയർ ആണ്, പുതിയ ആളുകളായിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്ട്രെസ്ഡ് ആണ്. അല്ലെങ്കിൽ ഒരു ദിവസം ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അപ്സെറ്റ് ആവേണ്ട ആവശ്യമില്ല. ഇതൊരു സോഷ്യലൈസിങ് ഗ്രൗണ്ട് കൂടിയാണ്. അപ്പോൾ പെറ്റ്സിന് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി വളരെ നോർമൽ ആയിട്ടൊരു കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും പെറ്റ്സിന്റെ ടോയ്സ് അല്ലെങ്കിൽ അവർ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബൗൾസ്, അവരുടെ ഭക്ഷണം, അതൊന്നും മാറ്റം വരാതെ തന്നെ ബോർഡിംഗ് സ്റ്റാഫിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ അവരെപ്പോഴും സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ടോയ്സ് ആയാലും അവരുടെ ക്ലോത്ത്സ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് ആയാലും ഇതെല്ലാം നിങ്ങൾ ബോർഡിംഗ് സർവീസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ആ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ദൂരെയാണ്, നിങ്ങളുടെ പെറ്റ് ബോർഡിംഗ് സർവീസിലാണെങ്കിൽ എപ്പോഴും അവരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ ശ്രമിക്കണം. ബോർഡിംഗ് ആൾക്കാരായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ മസ്റ്റ് ബി ഓപ്പൺ. കാരണം അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ല അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടോ എന്നുള്ള എല്ലാം മനസ്സിലാക്കാനായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ വലിയൊരു ഫാക്ടറാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് പല ബോർഡിംഗ് സർവീസുകളും പെറ്റ്സിനെ എല്ലാം സോഷ്യലൈസ് ചെയ്യുന്ന ഒരു കാരണം കൊണ്ട് എല്ലാവരെയും ഒപ്പം പ്ലേ ടൈം കൊടുക്കുക, എല്ലാവരും ഒപ്പം നടത്തിക്കുക, അങ്ങനത്തെ പ്രവണതകളുണ്ട്. അതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബോർഡിങ്ങിന് വരുന്ന പല ഡോഗ്സിനും പല ടെമ്പറമെന്റ് ആയിരിക്കും, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ്, പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവരെല്ലാം ഒപ്പം വിടുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എപ്പോഴും 1-to-1 പ്ലേ ടൈം കൊടുക്കുന്ന ബോർഡിംഗ് സർവീസ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വാക്കിന് കൊണ്ടുവന്ന രീതിയിലുള്ള ബോർഡിംഗ് സർവീസസ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ഇനി ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു, നിങ്ങൾ പെറ്റിനെ തിരിച്ചു കൊണ്ടുവന്നു, അപ്പോഴെന്തെല്ലാം ശ്രദ്ധിക്കണം? ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്രൂമിങ് സെഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പെറ്റിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക. കാരണം ഇങ്ങനെ കൂട്ടിലൊക്കെ ഇരിക്കുന്ന പെറ്റിന് ബോഡി ഓർഡർ സ്മെല്ലെല്ലാം വരാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ സ്പോട്ട് ഓൺ, അതായത് ടിക്ക് ആൻഡ് ഫ്ലീ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. കാരണം ഈ ടിക്ക് ആൻഡ് ഫ്ലീ ഇരിക്കുന്നത് പലപ്പോഴും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അതിന്റെ എഗ്സ് അല്ലെങ്കിൽ ലാർവയൊക്കെ ആയിരിക്കും ഈ പെറ്റിന്റെ ദേഹത്ത് ഉണ്ടാവുക. അത് ദിവസം ചെല്ലും തോറുമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ടിക്ക് ഇൻഫെസ്റ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ചെള്ള് എന്നെല്ലാം പറയുന്നത് പെറ്റ്സിന്റെ ദേഹത്തുണ്ട് എന്നുള്ളത്. അത് കാരണം തന്നെ ബോർഡിങ്ങിന് വന്ന ഉടനെ സ്പോട്ട് ഓൺ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ടിക്ക് ആൻഡ് ഫ്ലീ പ്രിവെൻഷനുള്ള മെഡിക്കേഷൻ നിങ്ങൾ എപ്പോഴും പെറ്റ്സിന് കൊടുക്കണം ആഫ്റ്റർ ബോർഡിങ്. പെറ്റ് ബോർഡിങ് എന്നത് വളരെയധികം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സർവീസ് ആണ്. കാരണം നമ്മൾ നമ്മുടെ വീട് വിട്ട് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ നമുക്ക് ഏതെല്ലാം രീതികളിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം, അതുപോലെ തന്നെയാണ് നമ്മുടെ അരുമയും മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ വരുന്നത്. അത് കാരണം തന്നെ എപ്പോഴും അവരുടെ ആ ദിവസങ്ങൾ, നിങ്ങളെ വിട്ടു നിൽക്കുന്ന ദിവസങ്ങൾ അവർ ഹാപ്പി ആണെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ നല്ലൊരു പെറ്റ് ബോർഡിംഗ് സർവീസിനെ തിരഞ്ഞെടുത്ത് അവരുടെ സ്റ്റാഫായി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ സ്ഥാപിക്കണം. അതുപോലെ തന്നെ പെറ്റ്സിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർ സ്ട്രെസ്ഡ് ആണെങ്കിൽ എന്താണ് അതിനുള്ള കാരണം എന്ന് തിരഞ്ഞു കണ്ടുപിടിക്കണം. ഇനി നിങ്ങളുടെ പെറ്റ് തിരിച്ചു വരുമ്പോൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ അതൊരു നോർമൽ രീതിയിൽ നിങ്ങൾക്ക് കാണാം. അതായത് നിങ്ങളുടെ വീട് വിട്ട് നിൽക്കുന്നു, പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോഴുള്ള അവരുടെ ആങ്സൈറ്റി, സ്ട്രെസ്, ഇതെല്ലാം നോർമലാണ്. പക്ഷെ അതൊരു ദിവസത്തിൽ കവിഞ്ഞത് നിൽക്കുകയാണെങ്കിൽ അതിനുള്ള റീസൺ എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് വെറും ആങ്സൈറ്റി മാത്രമാണോ, അത് ഏതെങ്കിലും രീതിയിലുള്ള ട്രോമയാണോ, അതോ ആരോഗ്യ പ്രശ്നമാണോ എന്നെല്ലാം നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ബോർഡിംഗ് സർവീസ് എല്ലാം നിങ്ങൾക്ക് വിജയകരമായി ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സിനും നിങ്ങൾ യാത്ര പോകുമ്പോൾ വിട്ടു നിൽക്കുന്നത് ഒരിക്കലും ഒരു പ്രയാസമുള്ള ഒരു കാര്യമായി മാറില്ല.